ജിഹാദിന് വ്യാഖ്യാനവുമായി ദിവ്യ എസ് അയ്യർ. ജിഹാദിൻ്റെ അർത്ഥം സമരനിരത ജീവിതമെന്നാണെന്ന് ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കുന്നു. പരിശ്രമം യാതനയെന്നും ജിഹാദിന് അർത്ഥമുണ്ടെന്നും ദിവ്യ വ്യാഖ്യാനിക്കുകയാണ്. തീവ്രപക്ഷത്തെ ചേർത്ത് നിർത്തുന്നതാണ് ജിഹാദ് എന്ന അർത്ഥവും ദിവ്യ എസ് പറയുന്നുണ്ട്. ആദ്യം പ്രതികരണത്തിലേക്ക്, അതിനുശേഷം പ്രജിത് മോഹനിലേക്ക് പോകാം. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. പ്രജിത് മോഹൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രജിത്ത്, ഈ ജിഹാദിന് എന്തൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനമാണ് ഈ ദിവ്യ എസ് അയ്യർ നൽകുന്നത്? പറയൂ. ഇപ്പോൾ എന്തായാലും ദിവ്യ എസ് അയ്യരുടെ വ്യാഖ്യാനം എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടാകുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നതും, ഒപ്പം നമ്മൾ കണ്ടതാണ് ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനവും പിന്നാലെ ഉണ്ടാകുന്ന അറസ്റ്റിലാകുന്ന നിരവധി ഭീകരവാദികളുടെ പട്ടികയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനിടയിലാണ് സംസ്ഥാനത്തെ ഒരു പ്രമുഖ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഒരു പ്രമുഖയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു IAS ഉദ്യോഗസ്ഥ ജിഹാദിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ദിവ്യ എസ് അയ്യർ പറയുന്നത് ജിഹാദിൻ്റെ അർത്ഥം സമരനിരതമായ ജീവിതം എന്ന് മാത്രമാണ്. അതിന് നിരന്തരമായ പരിശ്രമം, യാതന എന്നൊക്കെയാണ് ജിഹാദിൻ്റെ അർത്ഥം. അന്യനെ നശിപ്പിക്കുക എന്നതും തീവ്രപക്ഷത്ത് ചേരുന്നതുമല്ല ജിഹാദിൻ്റെ അർത്ഥമെന്നും ദിവ്യ എസ് അയ്യർ IAS പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ പലവിധമായിട്ടുള്ള ഭീകര സംഘടനകൾ ലോകത്ത് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഈ ജിഹാദ് എന്നുള്ളത് അവരുടെ ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ആ സംഘടനയുടെയൊക്കെ പ്രവർത്തന ലക്ഷ്യങ്ങളുമാണ്. നമ്മൾ അത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പലവട്ടം ആ വാക്ക് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോഴാണ് ദിവ്യ എസ് അയ്യരുടെ ഒരു വ്യാഖ്യാനം വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണഗതിയിൽ ഈ അർബൻ നക്സലുകളൊക്കെയാണ് ജിഹാദിനൊക്കെ ഇത്ര വലിയ കാവ്യാത്മകമായിട്ടുള്ള ഒരു പ്രചരണവുമൊക്കെ നൽകുന്നതെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗൗതം. ആ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥയ്ക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഖുർആനിലെ വിഷയങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്. ജിഹാദ് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ ലോകത്ത് പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ഭാരതവും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭീകര സംഘടനകളിലേക്ക് വരുമ്പോൾ ബൊക്കോ ഹറാം പോലെയുള്ള ഭീകര സംഘടനകൾ, ആഫ്രിക്കയിലുമൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന IS പോലെയുള്ള സംഘടനകൾ, ഒപ്പം സിറിയയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള സംഘടനകൾ, ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള സംഘടനകൾ, നമ്മൾ അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നതാണ് ഈ ലോകം. അപ്പോഴാണ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്ത് നിന്ന് ഇത്ര മനോഹരമായി അതിനൊരു കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനൊന്ന് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ജിഹാദിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം പ്രചാരണങ്ങൾ നൽകുന്നവർക്ക് അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ദിവ്യ എസ് അയ്യർ ഏത് ഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയെന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഈ പ്രതികരണം അല്ലെങ്കിൽ ഇത്തരം ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം ദിവ്യ എസ് അയ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഭീകരവാദികൾ, തീവ്രവാദികളുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ, അവർ ജിഹാദ് എന്ന രീതിയിൽ അവർ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ, അതിനെയൊക്കെ വെള്ളപൂശുന്ന സമീപനമാണ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് ഒരു വശത്തു നിന്നുള്ള വിമർശനം. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും ദിവ്യ എസ് അയ്യരുടെ ഒരു വിശദീകരണമോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ വരുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ കഴിയുക? പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടക്കമുള്ള ചുമതലകൾ വഹിക്കുന്ന ഈ പറയുന്ന രീതിയിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ സ്ഥാനവും ഒക്കെ വഹിക്കുമ്പോൾ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് ദിവ്യ എസ് അയ്യരുടെ പല പരാമർശങ്ങളും സമാനമായ രീതിയിൽ വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ വാരിപ്പുകഴ്ത്തുന്ന ഒരു IAS ഉദ്യോഗസ്ഥ കൂടിയാണ്. കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ, തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ MLA KS ശബരിനാഥൻ്റെ ഭാര്യ കൂടിയാണ് അവർ. അത് ആ രീതിയിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിരുന്ന ദിവ്യ എസ് അയ്യർ നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാക്ഷാൽ ജിഹാദിനെ തന്നെ ഒന്ന് വളരെ കാവ്യാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പഹൽഗാമിലുമൊക്കെ മരിച്ചു വീണവരുടെ, ഭീകരവാദികൾക്കെതിരെ പോരാടുന്ന സൈനികരുടെയൊക്കെ
ചിത്രങ്ങൾ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണോ ദിവ്യ എസ് അയ്യർ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ.